ഹായ് ഓൾ വെൽക്കം ടു മോഡ്ലെസ്. 2024 ജനുവരിയിലെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ 2024 ജനുവരി മാസം. അപ്പം ഈ ഒരു മാസത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ നമ്മൾ ചെയ്യുക. അതായത് ഈ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ 2024 ജനുവരി 15 വരെയുള്ള കാര്യങ്ങൾ, ഒരു ഹാഫ് മന്തിലെ കാര്യങ്ങളായിരിക്കും പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അടുത്തിടെയായിട്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷന് ഒരു പുതിയ ചെയർമാനെ നിയമിക്കപ്പെട്ടു. അരവിന്ദ് പനഗാരിയാണ്. അപ്പം 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അടുത്തിടെ നിയമിക്കപ്പെട്ടത് അരവിന്ദ് പനഗാരിയാണ്. നമുക്കറിയാം, നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു അരവിന്ദ് പനഗാരിയ. അതുപോലെ തന്നെ തൊട്ട് മുൻപ് 15ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനായിരുന്നത് NK സിംഗ് അഥവാ നന്ദകിഷോർ സിംഗ് ആയിരുന്നു. അപ്പോൾ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാരാണ്? അരവിന്ദ് പനഗാരിയ. ദക്ഷിണ നാവികസേന മേധാവിയായി ചുമതലയേറ്റത് വി ശ്രീനിവാസാണ്. അപ്പൊ ദക്ഷിണ നാവികസേനയുടെ മേധാവിയായിട്ട് അടുത്തിടെ നിയമിതനായപ്പെട്ട വ്യക്തി ആരാണ്? വി ശ്രീനിവാസ്. അടുത്തിടെ അന്തരിച്ച OS ത്യാഗരാജൻ ഏതു മേഖലയിൽ പ്രശസ്തനാണ്? കർണാടക സംഗീതം. അപ്പൊ കർണാടക സംഗീതജ്ഞനായ OS ത്യാഗരാജനാണ് അടുത്തിടെ അന്തരിച്ചത്. 2023 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഫുട്ബോൾ താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. പോർച്ചുഗീസ് താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് 2023 ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയെന്ന റെക്കോർഡിന് അർഹമായത്. 2024 വർഷത്തിലെ ISROയുടെ ആദ്യ വിക്ഷേപണമായിരുന്നു എക്സ്പോസാറ്റ്. 2024 ജനുവരിയിൽ തന്നെ വിക്ഷേപിച്ച എക്സ്പോസാറ്റ് ആണ് ISROയുടെ ആ വർഷത്തിലെ ആദ്യത്തെ വിക്ഷേപണം. അപ്പൊ ഇതിനൊരു പ്രത്യേകതയുണ്ട്. തമോഗർത്ത പഠനത്തിന് വേണ്ടി ഇന്ത്യ ആദ്യമായി വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ 2ാമത്തെ ഉപഗ്രഹം കൂടിയാണ്. തമോഗർത്തത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വിക്ഷേപിക്കുന്ന ലോകത്തിലെ 2ാമത്തെ ഉപഗ്രഹം കൂടിയാണ് ഏത്? എക്സ്പോസാറ്റ്. അപ്പൊ ലോകത്തിൽ ആദ്യമായി വിക്ഷേപിച്ചത് ആരാണ്? അമേരിക്കയാണ്. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ഫോർ വിമൻ ലഭിച്ചത് ശീതൾ ദേവിക്കാണ്. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നുള്ള ശീതൾ ദേവിക്കാണ് വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് അമ്പെയ്ത്ത് അവാർഡ്, വനിതാ വിഭാഗത്തിലെ അമ്പെയ്ത്ത് അവാർഡ് ലഭിച്ചത്. അപ്പം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരിക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന്, ഒരു ഇന്ത്യയിൽ നിന്നൊരു പൗരന് ആദ്യമായിട്ടാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. UAEയും ഇന്ത്യയുമായുള്ള സംയുക്ത സൈനിക അഭ്യാസം ഡെസേർട്ട് സൈക്ലോൺ, അത് രാജസ്ഥാനിലെ മഹാജനിലാണ് നടക്കുന്നത്. അപ്പൊ UAEയും ഇന്ത്യയും സംയുക്തമായുള്ള സൈനികാഭ്യാസത്തിന്റെ പേരാണ് ഡെസേർട്ട് സൈക്ലോൺ. ഇത് നടക്കുന്നത് രാജസ്ഥാനിലെ മഹാജനിൽ. അപ്പം ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ ഓർക്കുക, രാജസ്ഥാനിലെ മഹാജനിൽ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം സ്ഥാനപതിയായി നിയമിതനാകുന്നത് അരിന്ദം ബാഗ്ചി. ഐക്യരാഷ്ട്രസഭ എന്ന് തിരുത്തി വായിക്കുക. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം സ്ഥാനപതിയായി നിയമിതനാകുന്നത് മുൻ വിദേശകാര്യ വക്താവായിരുന്ന അരിന്ദം ബാഗ്ചിയാണ്. അപ്പം നിലവിലെ ഈ ഒരു പദവിയിലേക്ക്, അതായത് നിലവിലെ വിദേശകാര്യ വക്താവായി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? രൺധീർ ജയ്സ്വാൾ ആണ്. അപ്പം മുൻ വിദേശകാര്യ വക്താവായ അരിന്ദം ബാഗ്ചി നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം സ്ഥാനപതിയായി നിയമിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനമായിരുന്ന വിദേശകാര്യ വക്താവ് എന്ന പദവിയിലേക്ക് ഇപ്പൊ ആരാണ് എത്തിയിരിക്കുന്നത്? രൺധീർ ജയ്സ്വാൾ ആണ്. 2024 ഉദ്ഘാടനം ചെയ്യപ്പെട്ട വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ നോൺ AC ട്രെയിൻ. അപ്പോൾ നമുക്ക് വന്ദേ ഭാരതിനെ കുറിച്ച് അറിയാം. വന്ദേ ഭാരതിന്റെ തന്നെ ഒരു സ്ലീപ്പർ നോൺ AC ട്രെയിൻ 2024 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇതിന്റെ പേരാണ് അമൃത് ഭാരത്. അപ്പൊ വന്ദേ സാധാരണ എന്നൊക്കെ പേരിടാനായിട്ട് തീരുമാനിച്ചിരുന്നെങ്കിലും അത് മാറ്റി ഫൈനലി ഇട്ട നെയിം എന്താണ്? അമൃത് ഭാരത് എന്നാണ്. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂരിന് ഒരു ബ്രാൻഡ് അംബാസിഡർ സ്വന്തമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അത് ജിതേഷ് ജി ആണ്. വരയറങ്ങ് എന്ന കലാരൂപത്തിന്റെ വക്താവും അതുപോലെ തന്നെ സൂപ്പർ സ്പീഡ് കാർട്ടൂണിസ്റ്റ് ഒക്കെ ആയ ജിതേഷ് ജി ആണ് കാന്തല്ലൂരിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് എവിടെയാണ്? UK-യിലാണ്. അപ്പൊ UK-യിലാണ് ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത്. ആലപ്പി രംഗനാഥ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സ്വാമി സംഗീത പുരസ്കാരം ലഭിച്ചത് M ജയചന്ദ്രനാണ്. 2024 ആലപ്പി രംഗനാഥ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സ്വാമി സംഗീത പുരസ്കാരം ലഭിച്ചത് M ജയചന്ദ്രൻ. ഗായകനായ സംഗീത സംവിധാനമൊക്കെ ആയ M ജയചന്ദ്രൻ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദി കൊല്ലം, വിജയിച്ചത് കണ്ണൂരാണ്. നമ്മൾ പറഞ്ഞു 61ാമത്തേത് കോഴിക്കോടായിരുന്നു. ദെൻ 62ാമത് കലോത്സവ വേദി കൊല്ലമാണ്. വിജയിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയാണ്.
വൈദ്യുതി വ്യാപാര ദീർഘകരാറിൽ ഇന്ത്യയുമായി ഒപ്പിട്ട രാജ്യം നേപ്പാളാണ്. വൈദ്യുതി വ്യാപാര ദീർഘകരാറിൽ ഇന്ത്യ നേപ്പാളുമായിട്ടാണ് കരാറ് ഒപ്പിട്ടിരിക്കുന്നത്. പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ വരുന്നത് ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ്. പെൺകുട്ടികൾക്ക് വേണ്ടി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സൈനിക സ്കൂൾ വരികയാണ്. അത് ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ്. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? മീരാഭായിയുടെ 525 ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഇന്ത്യയിൽ 525 രൂപയുടെ നാണയം പുറത്തിറക്കിയിരിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനാകുന്നത് സെന്തിൽ പാണ്ഡ്യനാണ്. WTO അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഇന്ത്യൻ അംബാസിഡർ ആവുന്ന ആരാണ്? സെന്തിൽ പാണ്ഡ്യൻ. മുൻ കരസേനാ മേധാവിയായിരുന്ന ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നത് ആരുടെ ആത്മകഥയാണ്? മനോജ് മുകുന്ദ് നരവന. അദ്ദേഹം മുൻ കരസേനാ മേധാവിയായിരുന്നു. അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്ലിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യൻ താരമാണ് എം സായി ദീപ്. അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്ലിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നേതാവായ ഇന്ത്യൻ താരമാണ് എം സായി ദീപ്. ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ അറബ് സഞ്ചാരിയാവുന്നത് സുൽത്താൻ അൽ നയാദിയാണ്. സുൽത്താൻ അൽ നയാദി UAEയുടെ യുവജനകാര്യ മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹമാണ് ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ അറബ് സഞ്ചാരി സുൽത്താൻ അൽ നയാദി. കഥാകൃത്ത് T പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കി സുസ്മേഷ് ചന്ദ്രോസ് സംവിധാനം ചെയ്ത സിനിമയാണ് നളിനകാന്തി. കഥാകൃത്തായ T പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കുന്ന സിനിമ ഏതാണ്? നളിനകാന്തി. സംവിധായകൻ സുസ്മേഷ് ചന്ദ്രോത്താണ്. തന്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനായി പാർപ്പിടം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് തന്റെ ഇടം. തന്റെ ഇടം എന്ന പദ്ധതിയിലൂടെയാണ് തന്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിന് ഒരു പാർപ്പിടം നിർമ്മിച്ചു നൽകുന്ന പദ്ധതി. 17ാം ലോകസഭയിലെ ഏറ്റവും മികച്ച പ്രവർത്തനത്തിനുള്ള മഹാരത്ന പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള MP ആണ് NK പ്രേമചന്ദ്രൻ. അപ്പൊ കൊല്ലത്ത് നിന്നും ഉള്ള MP ആയ NK പ്രേമചന്ദ്രനാണ് 17ാം ലോക്സഭയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മഹാരത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. US-ൽ നിന്നുള്ള സ്വകാര്യ കമ്പനിയായ ആസ്ട്രോബോട്ടിക് ടെക്നോളജി വികസിപ്പിച്ച ലൂണാർ ലാൻഡർ ദൗത്യമാണ് പെരഗ്രീൻ. അപ്പൊ US-ൽ നിന്നുള്ള സ്വകാര്യ കമ്പനി ആയിട്ടുള്ള ആസ്ട്രോബോട്ടിക് ടെക്നോളജി, ഈ കമ്പനി വികസിപ്പിച്ച ലൂണാർ ലാൻഡർ ദൗത്യമാണ് പെരഗ്രീൻ എന്നുള്ള. അപ്പൊ ഒരു ചാന്ദ്ര ദൗത്യമാണ് പെരഗ്രീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂൾ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് പ്രേരണ. അപ്പൊ പ്രേരണ എന്ന പദ്ധതിയിലൂടെ, ഇപ്പൊ ഇതാരുടെ പദ്ധതിയാണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് പ്രേരണ. എന്താണ് ഇതിലൂടെ സാധ്യമാകുന്നത്? പ്രധാനമന്ത്രിയുടെ ജന്മസ്ഥലവും അദ്ദേഹത്തിന്റെ പഠിച്ച സ്കൂൾ ഒക്കെ സന്ദർശിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത്. 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് PK വീരമണിദാസനാണ്. 2024 ഹരിവരാസനം പുരസ്കാരം തമിഴ് ഗായകനായ PK വീരമണിദാസൻ. 16ാമത് ബഷീർ അവാർഡ് ലഭിക്കുന്നത് E സന്തോഷ് കുമാറിനാണ്. നാരകങ്ങളുടെ ഉപമ എന്ന കഥാസമാഹാരത്തിനാണ് E സന്തോഷ് കുമാറിന് 16ാമത് ബഷീർ അവാർഡ് ലഭിക്കുന്നത്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ അട്ടർ നിയമിതനായി. ഫ്രാൻസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായത് ഇദ്ദേഹമാണ്. അപ്പം ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഫ്രാൻസിലെ പ്രധാനമന്ത്രിയാകുന്ന വ്യക്തിയായ ഗബ്രിയേൽ അട്ടർ ആണ് നിലവിലെ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. കോട്ടയം ജില്ലയിലെ എലിക്കുളം ഗ്രാമപഞ്ചായത്തിലാണ് എലീന എന്ന പേരിൽ ഒരു റോബോട്ടിനെ നിയമിച്ചിരിക്കുന്നത്. 2024 കേരള അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാവുന്നത് തിരുവനന്തപുരം. 2024 കേരള അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ്.
ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24 വേദിയാവുന്നത് വിശാഖപട്ടണമാണ്. അപ്പൊ ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസത്തിന്റെ പേര് മിലൻ 24, ഇതിന്റെ വേദി വിശാഖപട്ടണം. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാവുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. 2024 നടക്കാൻ പോകുന്ന അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയാണ്. അടുത്തിടെ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊട്ടാരക്കര ഭദ്ര കഥകളി. കൊട്ടാരക്കര ഭദ്ര എന്ന കലാകാരി കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2024 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 80 അപ്പം തൊട്ട് മുമ്പുള്ള വർഷം 83 സോ ഒന്നുകൂടി അപ്ഗ്രേഡ് ആയി 80 ആയിട്ടുണ്ട്. അപ്പം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ 2024 സ്ഥാനം 80ാമത്തെ റാങ്കാണ്. കരസേനയുടെ സദ്ഭാവന പദ്ധതിയുടെ ഭാഗമായി ദത്തെടുത്ത ഗ്രാമം ജമ്മു ആൻഡ് കാശ്മീരിലെ പൂഞ്ച് ഗ്രാമമാണ്. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിലെ പൂഞ്ച് എന്ന ഗ്രാമത്തെയാണ് കരസേന സദ്ഭാവന പദ്ധതിയുടെ ഭാഗമായി ദത്തെടുത്ത ഗ്രാമം. അടുത്തിടെ നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയ രാജ്യം US ആണ്. അപ്പൊ നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷ അനുമതി നൽകിയ എവിടെയാണ്? അമേരിക്കയിലാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിതയാവുന്നത് ശ്വേത കെ സുഗതൻ IPS എന്ന മലയാളി വനിതയാണ്. 2023 2024 നടന്ന റിപ്പബ്ലിക് ദിനത്തിലാണ് 2 പ്രാവശ്യം ഡൽഹി പോലീസിനെ നയിക്കുന്ന വനിത എന്ന ബഹുമതി ശ്വേത കെ സുഗതൻ IPS ലഭിച്ചത്. അപ്പൊ മലയാളിയായ ശ്വേത കെ സുഗതൻ IPS. സംസ്ഥാന സർക്കാരിന്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് PR കുമാരകേരളവർമ്മയ്ക്കാണ്. അപ്പൊ 2021 പുരസ്കാരം തന്നെയാണ് അത് 2024 ലഭിക്കുന്നത്. PR കുമാരകേരളവർമ്മയ്ക്കാണ് സ്വാതി സംഗീത പുരസ്കാരം. 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. അപ്പൊ കവിയായ PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലമാവുന്നത് ഫറോക്ക് പാലമാണ്. കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഫറോക്ക് പാലമാണ് സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃതമായ പാലം. 2024 ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഇക്വഡോർ ആണ്. 2024 ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെയാണ്? ഇക്വഡോറിലാണ്. കറണ്ട് അഫയേഴ്സ് നമ്മൾ റിവൈസ് ചെയ്ത് ഒരുപാട് പഠിക്കാനുള്ള സമയം നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പോകും. നമുക്ക് ഒന്നുകൂടി ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ സമ്മപ്പ് ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് മാത്രം പറഞ്ഞു പോവാണ്. ശ്രദ്ധിക്കുക. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായത് അരവിന്ദ് പനഗാരിയാണ്. ദക്ഷിണ നാവികസേനയുടെ മേധാവിയായി ചുമതലയേറ്റത് V ശ്രീനിവാസാണ്. അന്തരിച്ച OS ത്യാഗരാജൻ കർണാടക സംഗീതജ്ഞനാണ്. 2023 ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 2024 ISROയുടെ ആദ്യ വിക്ഷേപണം എക്സ്പോസാറ്റ് ആണ്. തമോഗർത്ത പഠനത്തിനായി എക്സ്പോസാറ്റ്. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ശീതൾ ദേവി. ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നുള്ള ശീതൾ ദേവി. UAE ഇന്ത്യ സംയുക്ത സൈനികാഭ്യാസമായ ഡെസേർട്ട് സൈക്ലോൺ നടക്കുന്നത് രാജസ്ഥാനിലെ മഹാജൻ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം സ്ഥാനപതിയായി നിയമിതനാകുന്നത് അരിന്ദം ബാഗ്ചിയാണ്. മുൻ വിദേശകാര്യ വക്താവായിരുന്നു. നിലവിൽ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. 2024 ഉദ്ഘാടനം ചെയ്യപ്പെട്ട വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ non-AC ട്രെയിനിന്റെ പേര് അമൃത് ഭാരത് എന്നാണ്. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂരിന്റെ ബ്രാൻഡ് അംബാസിഡർ ജിതേഷ് ജി ആണ്. 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് UK-യിൽ. ആലപ്പി രംഗനാഥ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സ്വാമി സംഗീത പുരസ്കാരം ലഭിച്ചത് M ജയചന്ദ്രൻ. 62ാമത് സ്കൂൾ കലോത്സവം കൊല്ലത്ത് നടന്നു. വിജയിച്ചത് കണ്ണൂരാണ്. വൈദ്യുതി വ്യാപാര ദീർഘകരാറിൽ ഇന്ത്യ ഒപ്പിട്ടത് നേപ്പാളുമായിട്ടാണ്. പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ UP-യിലെ വൃന്ദാവനിലാണ് വരുന്നത്. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് 525 രൂപ നാണയം പുറത്തിറക്കിയത്? മീരാഭായിയുടെ 525ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ്. ലോക വ്യാപാര സംഘടന അഥവാ WTO-യുടെ അംബാസിഡർ ആവുന്നത് സെന്തിൽ പാണ്ഡ്യൻ.
മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്കിൾസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യൻ താരം എം സായിദീപ്. ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ അറബ് സഞ്ചാരിയാണ് UAEയുടെ യുവജനകാര്യ മന്ത്രിയായ സുൽത്താൻ അൽ നയാദി. കഥാകൃത്തായ ടി പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കി സുസ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് നളിനകാന്തി. തൻ്റെതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനായി പാർപ്പിടം നിർമ്മിക്കുന്ന പദ്ധതിയാണ് തൻ്റെ ഇടം. 17ാം ലോകസഭ ഏറ്റവും മികച്ച പ്രവർത്തനത്തിലുള്ള മഹാരത്ന പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള MP ആണ് കൊല്ലത്തു നിന്നുള്ള NK പ്രേമചന്ദ്രൻ. US നിന്നുള്ള സ്വകാര്യ കമ്പനി ആസ്ട്രോബോട്ടിക് ടെക്നോളജി വികസിപ്പിച്ച ലൂണാർ ലാൻഡർ ദൗത്യത്തിന്റെ പേരാണ് പെരഗ്രിൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂൾ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് പ്രേരണ. 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസൻ. തമിഴ് ഗായകൻ PK വീരമണിദാസൻ. 16ാമത് ബഷീർ അവാർഡ് E സന്തോഷ് കുമാറിന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ നാടകങ്ങളുടെ ഉപമ എന്ന കഥാസമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗബ്രിയേൽ അട്ടറാണ്. ഫ്രാൻസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. കോട്ടയം ജില്ലയിലെ എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ എലീന എന്ന പേരുള്ള റോബോട്ടിനെയാണ് നിയമിച്ചിരിക്കുന്നത്. 2024 കേരള അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വേദി തിരുവനന്തപുരം. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24ന്റെ വേദി വിശാഖപട്ടണം. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ദക്ഷിണാഫ്രിക്ക. അടുത്തിടെ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര കഥകളി കലാകാരിയാണ്. 2024 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 80. കരസേനയുടെ സദ്ഭാവന പദ്ധതിയുടെ ഭാഗമായി ദത്തെടുത്ത ഗ്രാമം ജമ്മു ആൻഡ് കാശ്മീരിലെ പൂഞ്ച് എന്ന ഗ്രാമമാണ്. അടുത്തിടെ നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയ രാജ്യം US ആണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിത ശ്വേത K സുഗതൻ IPS എന്ന മലയാളി വനിതയാണ്. സംസ്ഥാന സർക്കാരിന്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് PR കുമാര കേരള വർമ്മയ്ക്കാണ്. 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലം കോഴിക്കോടെ ഫറൂഖ് പാലമാണ്. 2024 ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഇക്വഡോർ ആണ്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ പഠിച്ചു പോയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ സെക്കൻഡ് പാർട്ട് വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. താങ്ക് യു ഓൾ.